ഒന്ന് നോക്കിയേ. എന്റെ ജിനി, രാത്രിയായി. ഇന്നിനി വയ്യ. ബാക്കി പണി ഞാൻ നാളെ ചെയ്യാം. അതല്ല ചായ, സോറി. ജിനിയെ, എന്നതാടി ഇത്? നീ എന്തിനാ കരയുന്നേ? ഇന്നെന്റെ ടെമ്പർ തെറ്റിപ്പോയതാ. ചായ സോറി. ഞാൻ ഇന്ന് എന്നൊക്കെ ചായനോട് കാണിച്ചേ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. നിങ്ങൾ രണ്ടും കൂടെ കുടിച്ച് ഫോൺ തെറ്റി ഇന്നലെ വന്ന് കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കൺട്രോൾ പോയതാ. ഇപ്പോഴത്തെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ഒന്നിച്ച് വന്നപ്പോൾ എൻ്റെ പിടിയിൽ നിന്ന് പോയി. അതാ ഞാൻ അത്ര ഒച്ച വെച്ച. സോറി ചായ. അയ്യേ എടി ജിനി, മാളിയേക്കൽ ജൂൺ ഫിലിപ്പിനെ വരച്ച വരയിൽ നിർത്തുന്ന എന്റെ കെട്ടിയോളാണ് ഈ കിടന്നു പോകുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ. ഞങ്ങൾ 5 എണ്ണത്തിനെ വഴക്ക് പറയാനും സ്നേഹിക്കാനും നീ അല്ലാതെ വേറെ ആരാടി ഞങ്ങൾക്കുള്ളത്? പിന്നെ നിനക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും ഇന്നലെ ഞാൻ കുറച്ച് ഓവറായി വെള്ളം അടിച്ചത്. അതിന് ഞാനല്ലേ സോറി പറയണ്ടേ? സോറി. ഡ്രിങ്ക്സ് കഴിക്കണ്ടെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, പേടി കൊണ്ടായി ചായ. എന്നൊക്കെ നിങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കുന്ന കാണുമ്പോ ഒക്കെ എനിക്ക് നമ്മുടെ പീറ്ററിന്റെ മുഖം ഓർമ്മ വരും. ജിനി, നീ എന്താ ഈ പറയുന്നേ? പീറ്റർ ഒരിക്കലും ഒരു ആൽക്കഹോളിക് അല്ല. കുക്കിമോള് ജനിച്ചതിന് ശേഷം അവൻ ഒരിക്കലും ഓവറായിട്ട് കുടിച്ചിട്ടുമില്ല. അന്ന് പാർട്ടിയിൽ അവനും ഞാനും എല്ലാവരും ഡ്രിങ്ക്സ് കഴിച്ചിട്ടുള്ളത് ശരിയാ. ബട്ട് അവർ തിരിച്ചു പോയപ്പോൾ പ്രിയ കാർ ഓടിച്ചിരുന്നത് അത് നീയും കണ്ടല്ലേ? എന്നിട്ട് പോലീസ് റിപ്പോർട്ട് വന്നപ്പോഴോ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് വന്നു. അതും ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്നത് പീറ്റർ ആണെന്നുള്ള ഒരു ക്ലോസും. ഹൗ കുഡ് യു ഫോർഗെറ്റ് ഓൾ ദാറ്റ് ജിനി? സോറി, വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കറിയാമല്ല, ബട്ട് ഒരു നൈറ്റ് മെയർ പോലെ എല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുക. സോറി ചായ, സോറി. സാരമില്ലടോ, ഞാനും കുറച്ച് ഇമോഷണലായി. പിന്നെ താൻ ഒരിക്കലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഒരു ബാഡ് മെമ്മറി ആയിട്ട് ഓർക്കണ്ട. അവരെ എന്നും സന്തോഷത്തോടെ ഓർക്കാനും അവർ നമുക്ക് നമ്മുടെ കുക്കിമോളെ തന്നിട്ട് പോയത്. നമ്മുടെ രാജകുമാരിയല്ലേടോ അവള്. ഞാൻ പറഞ്ഞത് ശരിയാ. എൻ്റെ മോളാ നമ്മുടെ നിധി. നമ്മുടെ സന്തോഷവും സ്വപ്നങ്ങളും ഒക്കെ അവളല്ലേ. ആണല്ലോ. ഇനി എന്റെ വീട്ടിലൊന്ന് ചിരിച്ചേ. ഇങ്ങോട്ട് വാടോ. അച്ചാച്ചി, മമ്മി, നിങ്ങളുടെ മാത്രമല്ല എൻ്റെയും സന്തോഷവും സ്വപ്നവും ജീവിതവും എൻ്റെ ജീവനും അവളാ. നിങ്ങൾ ഒന്നിച്ച് മനസ്സ് നിറഞ്ഞ് അവളെ എൻ്റെ കയ്യിൽ തരുന്ന ദിവസത്തിനായി ഞാനും വെയിറ്റ് ചെയ്യുക. ഗുഡ് മോർണിംഗ് എവരിവൺ. ഗുഡ് മോർണിംഗ് അളിയ. ഇന്നൊരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടേ. ഞാൻ പറയാം. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അളിയന് പെങ്ങളെ മതിയെ. നിങ്ങൾ ഡിവോഴ്സ് ആവാൻ പോവില്ലേ? സോറി, ഒരു കോമഡി പറഞ്ഞതാ എന്റെ പൊന്നോ. ഇപ്പൊ പൊന്നേനെ. ഓ, രാവിലെ തന്നെ കുറച്ച് കോമഡി പറയാടോ. അച്ചാച്ചി പറ, എന്നാ സ്പെഷ്യൽ? നമ്മള് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോയിട്ട് കുറെ ആയില്ലേ. സോ ഇന്ന് നമ്മൾ വിടുവ കിട്ടുന്നു. നന്നായി ചേ. ലാസ്റ്റ് ആയിട്ട് എല്ലാരും കൂടെ പോയത് ഇവന്മാര് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴെങ്ങാണ്ടല്ലേ. അത് കഴിഞ്ഞ പിന്നെ ഒന്നിച്ചൊരു വെക്കേഷന് എങ്ങും പോയിട്ടില്ല. അത് ശരിയാ. എപ്പോഴും അച്ചായന്മാര് 3 നേരം ട്രിപ്പ് റൈഡിങ് എന്നൊക്കെ പറഞ്ഞു പോകും. അച്ചാച്ചിക്ക് മിക്കപ്പോഴും ബിസിനസ് ട്രിപ്സും ഉണ്ടാവും. ഞാനും മമ്മി മാത്രം എങ്ങും പോകില്ല. ഇപ്രാവശ്യം നമുക്ക് പൊളിക്കാം. എന്നാ നമുക്ക് നമ്മുടെ എസ്റ്റേറ്റിൽ പോകാം അച്ചാച്ചി. ഇപ്പോഴാണ് ക്ലൈമറ്റ് സൂപ്പർ അവിടെ. ആയിക്കോട്ടെ, എന്നാ പെട്ടെന്ന് റെഡി ആയിക്കോ. ഇപ്പൊ വിട്ടാ വൈകിട്ട് അങ്ങെത്തും. ഞാൻ ആ ചാക്കോയിട് അവിടെ വിളിച്ച് പറയാം, അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെക്കാം.
ഡാ മോനെ, ആ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് നിർത്തിക്കേ, കുറച്ച് സാധനം വാങ്ങണം. എന്നാ ഒരു കാര്യം ചെയ്യ്, എല്ലാരും ഇറങ്ങടാ. നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോവാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങണ്ടല്ലോ. ചായ സാധനം വാങ്ങണ്ടേ? അപ്പൊ എങ്ങനെയാ? നീ എന്നെ അച്ഛനാക്കി അടങ്ങുള്ളൂ അല്ലേ? ഇങ്ങനെ പേടിച്ചാലോ? ഈ ചിമ്മി കൂടെ ഇല്ലേ, മമ്മിയൊക്കെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം. അത് സാധനം ഒപ്പിക്കാം. ബാ. എന്തുവാടേ ഒരു ഗൂഢാലോചന? ഞങ്ങൾ അളിയിലൊരു ഗിഫ്റ്റ് വാങ്ങുമായിരുന്നു അല്ലേടാ? എടാ മതിയടാ, പൊന്നു മോനെ ഒത്തിരി അങ്ങ് ഒളിപ്പിക്കാതെ അച്ചാച്ചിയെ. ഒന്നുമില്ല അച്ചാച്ചി, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്റെ അച്ചാച്ചി അപ്പുറത്തോട്ട് ചെല്ലേ. നടക്കട്ടെ. ഡി മോളെ, നീ അപ്പുറത്തെ സൈഡിൽ പോയി 2 പാക്കറ്റ് പാലോട് വാങ്ങിച്ചോ. ആ ഓക്കെ ഓക്കെ മമ്മി. ഗോൾഡ് സെക്ഷൻ എവിടെയാണോ? ആ ദേ ഇരിക്കുന്നു മിൽക്ക്. അവരപ്പുറത്തെ സൈഡിലുണ്ടടി. ഇതെന്നതായി കാണിക്കുന്നേ? ജിനി മമ്മി ഉണ്ടോ അപ്പറേ? തിരിച്ചു പോകുമ്പോ ഓബിച്ചായും ചിന്നിയോ ഫ്രണ്ട് സീറ്റിൽ, അച്ചാച്ചി അമ്മച്ചിയും പുറകില. നീ ബാക്ക് സീറ്റിലോട്ട് വാ, നമുക്കൊന്ന് ചിരിക്കാം. അയ്യോ വേണ്ട വേണ്ട, കാറിനകത്ത് എല്ലാരും ഉണ്ട്, അവർ ശ്രദ്ധിക്കും. അതൊന്നും വേണ്ട, ഞാനില്ല. കോപ്പെ ചെയ്യാതിക്ക് ഞാൻ പറയുന്ന കേട്ടോണം, അല്ലെങ്കിലും ഉണ്ടല്ലോ. ചേടാ, ഇവനിതെങ്ങോട്ടാ പോയത്? അപ്പൊ ശരി, ഞാൻ പോവാം. പിന്നെ പറഞ്ഞത് മറക്കണ്ട. എന്റെ കർത്താവെ, ഞാൻ ഈ കടുവയെ കൊണ്ട് തോറ്റു. എന്റെ ജിനിയെ, ഇതെന്തൊക്കെയാടി വാങ്ങിച്ചു കൂട്ടിയേക്കുന്നേ? ഇത്രയും വാങ്ങണമായിരുന്നോ? ഇപ്പൊ കണ്ടോണം, അവിടെ ചെന്ന് കഴിയുമ്പോ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും മമ്മീ വിശക്കുന്നു എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഓടി വരും. കിന്നിരിച്ചോണ്ട് നിൽക്കാതെ സാധനം മുഴുവൻ കേട്ടിട്ട് വണ്ടി എടുക്കും മനുഷ്യ. ഇപ്പൊ തന്നെ നേരെ കിട്ടി. ചിമ്മി, ഇനി നീ ഓടിച്ചോ. എന്നാക്കി ഞാൻ ഇച്ചിരി ടയേർഡായി, ഞാൻ ബാക്കിൽ ഇരുന്നോളാം. ഓക്കേ. മമ്മി, ഞാൻ ബാക്കിലിരുന്നോട്ടെ. എനിക്ക് ഒമിറ്റ് ചെയ്യാനൊരു ടെൻഡൻസി പോലെ. എടി കൊച്ചി, എങ്കിൽ നീ അച്ചാച്ചിയുടെ എന്റെ നടക്കിരുന്നോ? അതാ നല്ലത്. അതല്ല മമ്മി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അതാ ഞാൻ ബാക്കിലിരുന്നോളാം. പിള്ളേര് പുറകിലിരിക്കട്ടെടി, നമുക്ക് ഒന്നിച്ചിരുന്ന് എല്ലാം പറഞ്ഞോണ്ടിരിക്കാന്നേ. ഓ വലിച്ച റൊമാൻസ്. അതിന് നിനക്ക് എന്നാടാ? അല്ലെങ്കിൽ റൊമാൻസിൽ നിന്നെക്കാളൊക്കെ നല്ലത് എന്റെ കെട്ടൻ തന്നെയാ, ഇല്ലേ ചായ? നീ വണ്ടി എടുക്കടാ. എന്തുവാടാ ഒച്ച വെക്കുന്നേ? ഒന്നുമില്ല ചായ, ഇവൻ ഗിയറിന്റെ മേളിൽ കൈവച്ചോണ്ടിരിക്കോ. ഓ അലറണ്ട, എടുക്കുവാ. അളിയാ, ഈ വഴിക്കൊക്കെ നല്ല മാറ്റം ഉണ്ടല്ലേ? അച്ചാച്ചി ഇടയ്ക്ക് ഇങ്ങ് വന്ന് എന്തായാലും നന്നായി. ഇവിടെ റെനോവേഷൻ ചെയ്തത് എന്തായാലും പൊളിച്ചിട്ടുണ്ട്. വാവ്, കിട്ടില്ല ആംബിയൻസ്. അവൻ പറഞ്ഞത് ശരിയാ ചായ. പൊളിച്ചു പണിതപ്പോ തന്നെ ഒരു മെനയായി. മറ്റേത് എന്തുവായിരുന്നു ഭാർഗവിന്നിലെ. ജിമ്മി, നിനക്ക് ഓർമ്മയുണ്ടടാ അന്ന് സായിപ്പിന്റെ പ്രേതം ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മള് കുക്കിയെ പേടിപ്പിച്ച്? പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 4-5 ദിവസം ഞാൻ പനിയും പിടിച്ച് കിടന്നു. അത് കഴിഞ്ഞു കേട്ടോടാ ഇച്ചായ. എന്നാ മതിയാക്കിക്കോ, കഴിച്ചിട്ട് എല്ലാരും പോയി കിടന്നുറങ്ങിക്കോ, ലേറ്റായി ഒരുപാട്. ഇവളെന്താ ഈ നട്ടപ്പാത്രയ്ക്ക് എന്നെ വീഡിയോ കോൾ ചെയ്യുന്നേ? ഹലോ ഹലോ ജിമി ചായ, ഉറങ്ങുവായിരുന്നോ?
ഇല്ല, ഞാനേ ഈ നട്ടപ്പാതിരിക്ക് ഇവിടെ ഇരുന്ന് ഓട്ടം തുള്ളൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നടി. എന്താ കൂടുന്നോ? അയ്യോ സോറി, ലേറ്റ് ആയിട്ട് ഞാൻ ഓർത്തില്ല. അയ്യ, നിന്ന് കൊഞ്ചാതെ കാര്യം പറ പെങ്കൊച്ചേ. അതിനെന്താ ചൂടാവുന്നേ? കുക്കിയെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ ഞാൻ ജിമിചാനെ വിളിച്ചേ. ഡി പോത്തെ, അവളിപ്പോ 2 ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. നിനക്ക് എന്നെ ആനക്കാരി ഇപ്പൊ അവളോട് പറയാൻ? ആനക്കാരിയാണേലും ചേനക്കാരിയാണേലും ഞങ്ങൾ തമ്മിൽ പറഞ്ഞോളാം. അല്ലേ ലേറ്റ് ആയി വിളിച്ചതിന് ഞാൻ ആദ്യമേ സോറി പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഈ കടിച്ചു കയറാൻ വരുന്നേ? അല്ലടി, ഞാൻ നിന്നോട് വിശേഷം പറഞ്ഞോണ്ട് കൊഞ്ചിക്കൊഴിഞ്ഞ് ഇവിടെ അങ്ങ് ഇരിക്കാം. ഒന്ന് വെച്ചിട്ട് പോ പെങ്കൊച്ചേ. സമാധാനായി. ആ വായിന്ന് 2 എണ്ണം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ ആശ്വാസം. എന്റെ കർത്താവേ, ഒരു ദിവസം ഇങ്ങനെ വായിന്ന് 2 എണ്ണം കേൾക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ലെന്നായല്ലോ എനിക്ക്. എന്നായാലും എനിക്ക് ഇത് മതി, സമാധാനായി. ഇനി ഞാൻ ഉറങ്ങിക്കോളാം.